4 വർഷത്തിനിടെ സ്വകാര്യ മേഖലയിൽ സ്വദേശി വനിതകളുടെ എണ്ണം 670% വർദ്ധിച്ചതായി സൗദി തൊഴിൽ മന്ത്രാലയം. ഭേദഗതി വരുത്തിയ തൊഴിൽ നിയമം സ്വദേശികൾക്ക് കൂടുതൽ അവസരങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യമാവുമെന്നും തൊഴിൽ മന്ത്രാലയം അറിയിച്ചു. കഴിഞ്ഞ 4 വർഷത്തിനിടെ സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്ന സ്വദേശി വനിതകളുടെ എണ്ണം 670% വർദ്ധിച്ചതായി സൗദി തൊഴിൽ മന്ത്രാലയം അവകാശപ്പെട്ടു. 4 വർഷം മുമ്പ് സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്ന വനിതകൾ 70,000 ആയിരുന്നു. എന്നാൽ 2015 ആദ്യ പകുതിയിൽ സ്വകാര്യ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന സ്വദേശി വനിതകളുടെ എണ്ണം 4,68,000 ആയി. അതേസമയം വനിതകളുടെ വസ്ത്രങ്ങളും മറ്റും വിൽപ്പന നടത്തുന്ന സ്ഥാപനങ്ങളിൽ നിന്നും സ്വദേശി വനിതകളുടെ കൊഴിഞ്ഞുപോക്ക് ശക്തമാണെന്നും ജിദ്ദയിലെ വസ്ത്രവ്യാപാര രംഗത്തുള്ളവർ പറയുന്നു. ധാരാളം വനിതകൾ ഇത്തരം സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നതിന് മുൻപോട്ട് വരാറുണ്ടെങ്കിലും അവർ അധികം താമസിയാതെ തന്നെ ഉപേക്ഷിക്കുന്ന പ്രവണതയാണ് കാണുന്നതെന്നും വസ്ത്രവ്യാപാരികൾ പരാതിപ്പെട്ടു. യോഗ്യതയുള്ള വനിതകൾ പലരും ഓഫീസുകളിൽ മറ്റും ജോലി ചെയ്യാനാണ് താൽപര്യപ്പെടുന്നത്. വനിതകളുടെ കൊഴിഞ്ഞുപോക്കിന് പ്രധാനമായ കാരണങ്ങളിലൊന്ന് അവരുടെ യാത്ര പ്രശ്നമാണെന്ന് കണ്ടെത്തിയിരുന്നു. കിട്ടുന്ന വേതനത്തിന്റെ നല്ലൊരു പങ്ക് ഡ്രൈവറിന് ശമ്പളമായി നൽകണമെന്നാണ് വനിതകളുടെ പരാതി. ഇത് കണക്കിലെടുത്ത് വനിതകൾക്ക് യാത്രാ സൗകര്യമൊരുക്കുന്ന പദ്ധതി സൗദി തൊഴിൽ മന്ത്രാലയം നടപ്പിലാക്കാൻ ഒരുങ്ങുകയാണ്. താമസിയാതെ പദ്ധതി നിലവിൽ വരുമെന്നാണ് മന്ത്രാലയത്തിന്റെ ഉന്നത വൃത്തങ്ങൾ അറിയിച്ചത്. 50ഉം അതിൽ കൂടുതലും ജീവനക്കാർ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങൾ നിർബന്ധമായും 12% സ്വദേശികളെ നിയമിച്ച് പരിശീലനം നൽകണമെന്നാണ് പുതിയ വ്യവസ്ഥ. നേരത്തെ ഇത് 6% മാത്രമായിരുന്നു. വനിതകൾക്ക് പ്രസവാവധി നൽകുന്നതിലും പുതിയ നിയമത്തിൽ വർധനവ് വരുത്തിയിട്ടുണ്ട്. 10 ആഴ്ച വരെ പ്രസവാവധി ലഭിക്കാൻ സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്ന സ്വദേശി വനിതകൾക്ക് അവകാശമുണ്ട്. പ്രസവത്തിന് ശേഷം 6 ആഴ്ചകളിൽ വനിതകളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കാൻ പാടില്ലെന്നും പരിഷ്കരിച്ച നിയമത്തിൽ പറയുന്നു. ആവശ്യമെങ്കിൽ ശമ്പളമില്ലാതെ അവധി നീട്ടി നൽകാനും ജീവനക്കാരിക്ക് അവകാശമുണ്ടായിരിക്കും. ഭർത്താവ് മരണപ്പെടുന്ന ഘട്ടത്തിൽ ഇദ്ദ കാലഘട്ടമായ 4 മാസവും 10 ദിവസവും അവധി നൽകണമെന്നും ഭേദഗതി വരുത്തിയ സൗദി തൊഴിൽ നിയമത്തിൽ വ്യക്തമാക്കുന്നു. ന്യൂസ് ബ്യൂറോ, ദമാം. റിക്രൂട്ട്മെന്റ് മേഖലയിലെ പ്രശ്നങ്ങളെക്കുറിച്ച് സൗദി പരമോന്നത സഭയായ ഷൂറ കൗൺസിലിൽ ചർച്ച ചെയ്തു. തൊഴിൽ മന്ത്രാലയത്തിന്റെ വാർഷിക റിപ്പോർട്ട് വിശകലനത്തിനിടെയാണ് റിക്രൂട്ട്മെന്റും സ്വദേശിവൽക്കരണവും ഉൾപ്പെടെയുള്ള തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ചൂടേറിയ ചർച്ചകൾ നടന്നത്. ഗാർഹിക തൊഴിലാളി റിക്രൂട്ട്മെന്റ് വിപണിയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് തൊഴിൽ മന്ത്രാലയം നടപടികൾ എടുക്കണമെന്ന് കൗൺസിൽ അംഗങ്ങൾ ആവശ്യപ്പെട്ടു. തൊഴിലാളികളുടെ ഒളിച്ചോട്ടം ദേശീയ സമ്പദ് വ്യവസ്ഥയ്ക്കും രാജ്യസുരക്ഷയ്ക്കും ഭീഷണിയാണെന്നും അംഗങ്ങൾ പറഞ്ഞു. അറബ് രാജ്യങ്ങളിൽ ഇറാൻ അധിനിവേശനം നടത്തിയിരിക്കുകയാണെന്ന് സൗദി വിദേശകാര്യമന്ത്രി ആദിൽ അൽ ജുബൈൽ ആരോപിച്ചു. സിറിയയും യമനും ഇറാഖും അടക്കമുള്ള അറബ് രാജ്യങ്ങളിലേക്ക് അയച്ച ഷിയ മിലീഷ്യകളെ ഇറാൻ പിൻവലിക്കണമെന്നും വിദേശകാര്യമന്ത്രി ആവശ്യപ്പെട്ടു. ജർമ്മൻ വിദേശമന്ത്രി ഫ്രാങ്ക് വാൾ സ്റ്റൈൻമറിനൊപ്പം റിയാദിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് അറബ് രാജ്യങ്ങളിൽ നടക്കുന്ന ഇടപെടലുകൾ ഇറാൻ അവസാനിപ്പിക്കണമെന്ന് വിദേശകാര്യമന്ത്രി ആവശ്യപ്പെട്ടത്. അസദ് ഭരണകൂടത്തിന് ആയുധങ്ങൾ നൽകുന്നത് ഇറാൻ നിർത്തിവെക്കണം. സിറിയയിലേക്ക് അയച്ച ഹിസ്ബുള്ള അടക്കമുള്ള ഷിയ മിലീഷ്യകളെ ഇറാൻ പിൻവലിക്കണം. എങ്കിൽ മാത്രമേ സിറിയൻ പ്രതിസന്ധിക്ക് രാഷ്ട്രീയ പരിഹാരം കാണാൻ സാധിക്കുകയുള്ളൂ. ബസാൽ അൽ അസദ് അധികാരം ഒഴിഞ്ഞാൽ മാത്രമേ സിറിയയിൽ സമാധാനമുണ്ടാവുകയുള്ളൂ. ബഷാർ അൽ അസദിന്റെ കൈകളിൽ സിറിയൻ ജനതയുടെ രക്തക്കറ പുരണ്ടിരിക്കുന്നു. സിറിയയിൽ നിലവിൽ വരുന്ന ഭരണകൂടത്തിന് ബഷാർ അൽ അസദിന് പങ്കുണ്ടാവാൻ പാടില്ല. ദശലക്ഷക്കണക്കിന് സിറിയക്കാരെ ബഷാർ അൽ അസദ് ഭവനരഹിതരാക്കുകയും കൂട്ടക്കൊല നടത്തുകയും ചെയ്തു. രാജ്യത്തിന്റെ സുരക്ഷാ ഭദ്രത ബഷാർ അൽ അസദാണ് ഇല്ലാതാക്കിയത്. ഇടക്കാല സർക്കാർ രൂപീകരിക്കുന്നതോടെ ബഷാർ അൽ അസദ് അധികാരമൊഴിയണമെന്നത് ജനീവ സമ്മേളനത്തിൽ കൈക്കൊണ്ട തീരുമാനമാണ്. ജനീവ സമാധാന സമ്മേളനത്തിന്റെ അടിസ്ഥാനത്തിലാണ് സിറിയൻ പ്രശ്നത്തിന് രാഷ്ട്രീയ പരിഹാരം കാണേണ്ടത്. ഇടക്കാല സർക്കാർ രൂപീകരിക്കണമെന്നതും പുതിയ ഭരണഘടന നിർമ്മിക്കണമെന്നതും അഭയാർത്ഥികൾക്ക് തിരിച്ചു വരാൻ സാധിക്കണമെന്നതും ജനീവ സമ്മേളനത്തിൽ ഉരുത്തിരിഞ്ഞ അടിസ്ഥാന തത്വങ്ങൾ. മേഖലയിൽ ഇറാൻ പിന്തുടരുന്ന ശൈലിയിൽ മാറ്റം വരുത്തണം. സിറിയ, യമൻ, ഇറാഖ്, ലബനോൻ തുടങ്ങിയ രാജ്യങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളിലുള്ള ഇടപെടലുകൾ അവസാനിപ്പിക്കണം. ബഹ്റൈൻ വഴി സൗദിയിലേക്ക് സ്ഫോടക വസ്തുക്കൾ കടത്തുന്നത് ഇറാൻ നടത്തിയ ശ്രമം അടുത്തിടെ കണ്ടെത്തിയിരുന്നു. ഗഫൂർ മാവൂർ, കൈരളി ന്യൂസ്, റിയാദ്. ലോകത്തിലെ ആദ്യത്തെ ഇസ്ലാമിക IT ഉൽപ്പന്നങ്ങൾ പുറത്തിറക്കി. ദുബൈയിൽ നടക്കുന്ന ജൈടെക് സാങ്കേതിക വാരത്തിലാണ് പ്രമുഖ ഇസ്ലാമിക പണ്ഡിതരായ ഡോക്ടർ സാക്കിർ നായിക്, അസിം ഹക്കി, യൂസഫ് എസ്റ്റസ് തുടങ്ങിയവർ IT ഉൽപ്പന്നങ്ങൾ പുറത്തിറക്കിയത്. ദുബൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന എക്സ് കോസെപ്റ്റ്സ് എന്ന സ്ഥാപനമാണ് ഇത് നിർമ്മിച്ചത്. ഇസ്ലാമിക് റൂട്ടർ, ഇസ്ലാമിക് ടാബ്ലറ്റ്, എമുർഷിദ് എന്നീ ഉൽപ്പന്നങ്ങളാണ് പുറത്തിറക്കിയത്. ഇപ്പോൾ 46 മൊഡ്യൂളുകളിൽ പ്രവർത്തിക്കുന്ന ഈ ഉൽപ്പന്നങ്ങൾ അടുത്ത വർഷത്തോടെ 156 ഉയരുമെന്ന് അധികൃതർ അറിയിച്ചു. സമൂഹത്തിന്റെ വിവിധ തുറകളിൽ പ്രവർത്തന വിജയം കൈവരിച്ചവർക്ക് ഒസാക്സ് ഏർപ്പെടുത്തിയ വിജയശ്രീ അവാർഡുകൾ വിതരണം ചെയ്തു. വാണിജ്യ വ്യവസായ രംഗത്തെ മികച്ച പ്രവർത്തനങ്ങൾക്ക് VA ഹസൻ ഫ്ലോറ, PB അബ്ദുൽ ജബ്ബാർ, ഹോട്ട് പാക്ക് വേണു കൊച്ചിക്കാട്ട് തുടങ്ങിയവർക്ക് അവാർഡുകൾ സമ്മാനിച്ചു. തനിമ കുവൈറ്റിന്റെ നേതൃത്വത്തിൽ ദേശീയ വടംവലി സംഘടിപ്പിക്കുന്നു. ഒക്ടോബർ 23 വെള്ളിയാഴ്ച അബ്ബാസിയ ഇന്ത്യൻ സെന്റർ സ്കൂൾ അങ്കണത്തിൽ വെച്ച് നടക്കുന്ന പരിപാടിയുടെ ഉദ്ഘാടനം
ഇന്ത്യൻ സ്ഥാനപതി സുനിൽ കെ ജെയിൻ നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മത്സരത്തിൽ കുവൈറ്റിലെ പ്രമുഖരായ 24 ടീമുകളാണ് പങ്കെടുക്കുന്നത്. കുവൈറ്റിലെ ഏറ്റവും മികച്ച വിദ്യാർത്ഥിക്കുള്ള ഡോക്ടർ അബ്ദുൽ കലാം പേൾ ഓഫ് ദി സ്കൂൾ അവാർഡ് വിതരണവും തനിമയുടെ ജീവകാരുണ്യ പദ്ധതിയായ ആശ്രയ തനിമയുടെ ഉദ്ഘാടനവും ചടങ്ങിൽ നടത്തി. ദീർഘകാലം പ്രവാസ ജീവിതം നയിച്ച് ഒന്നുമില്ലാതെ മടങ്ങിപ്പോകുന്ന സാഹചര്യത്തിന് മാറ്റം വരാൻ വ്യക്തമായ ആസൂത്രണത്തോടെ സാമ്പത്തിക അച്ചടക്കം പാലിക്കാൻ പ്രവാസികൾ ജാഗ്രത പുലർത്തണമെന്ന് പ്രമുഖ സാമ്പത്തിക വിദഗ്ധനും പ്രവാസി ബന്ധു വെൽഫെയർ ട്രസ്റ്റ് ചെയർമാനുമായ KV ഷംസുദ്ദീൻ പറഞ്ഞു. ഫഹാഹിൽ മക്ക സ്ട്രീറ്റിൽ നടന്ന പ്രവാസി സംഗമത്തിൽ സാമ്പത്തിക ആസൂത്രണവും നിക്ഷേപ മാർഗങ്ങളും എന്ന സെമിനാറിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരള ആർട്സ് ലവേഴ്സ് അസോസിയേഷൻ കലാ കുവൈറ്റ് അബ്ബാസിയ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പും പ്രവാസികളും എന്ന പേരിൽ കൺവെൻഷൻ നടത്തി. തെരഞ്ഞെടുപ്പിൽ ജാതിമത വർഗീയ ശക്തികളെ ഒറ്റപ്പെടുത്തണമെന്ന് കൺവെൻഷനിൽ മുഖ്യപ്രഭാഷണം നടത്തിയ കലാ കുവൈറ്റ് പ്രസിഡന്റ് TV ഹിത്മത്ത് അഭിപ്രായപ്പെട്ടു. മേഖലാ സെക്രട്ടറി CK നൌഷാദ് അധ്യക്ഷനായ പരിപാടിയിൽ N അജിത് കുമാർ, സാം പൈനമൂട്, സലീം രാജ്, സുരേഷ് മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. അബ്ബാസിയ റിഥം ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിന് വൈസ് പ്രസിഡന്റ് സജീവം ജോർജ് സ്വാഗതം ആശംസിച്ചു. ദമാം ടൗൺ നവോദയ ഏരിയ എക്സിക്യൂട്ടീവ് അംഗം ശ്രീകണ്ഠന്റെ പിതാവ് വർക്കല കല്ലമ്പലം മാവിൻമൂട് ശ്രീകണ്ഠ വിലാസം വീട്ടിൽ ആനന്ദൻ പിള്ള കഴിഞ്ഞ ദിവസം വൈകിട്ട് നിര്യാതനായി. സംസ്കാരം വീട്ടുവളപ്പിൽ നടന്നു. ആനന്ദൻ പിള്ളയുടെ വേർപാടിൽ ദമാം ടൗൺ നവോദയയും പോർട്ട് മേഖലയും അനുശോചനം രേഖപ്പെടുത്തി. കൊല്ലം തെക്കേവിള റിയാസ് മൻസിൽ നൂഹുമ്മ ബേബി മസ്തിഷ്കാഘാതത്തെ തുടർന്ന് അൽഹസ കിങ് ഫഹദ് ആശുപത്രിയിൽ നിര്യാതയായി. 5 മാസം മുമ്പ് സന്ദർശക വിസയിൽ ഹസയിൽ എത്തിയതായിരുന്നു ഇവർ. ഭർത്താവ് പരേതനായ സൈനലാബ്ദീൻ. മൃതദേഹം ഹസയിൽ ഖബർ. ഓവർസീസ് ഇന്ത്യൻ കൾച്ചറൽ കോൺഗ്രസ് ദമാം റീജിയണൽ കമ്മിറ്റിയുടെ വനിതാവേദി സംഘടിപ്പിക്കുന്ന ജ്വാല 2015 ലോഗോ പ്രകാശനം ചെയ്തു. ഒക്ടോബർ 23 വെള്ളിയാഴ്ച വൈകിട്ട് ദമാമിലാണ് ജ്വാല അരങ്ങേറുന്നത്. OICC വനിതാവേദി പ്രസിഡന്റ് ഡോക്ടർ സിന്ധു ബിനുവിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ OICC നാഷണൽ കമ്മിറ്റി പ്രസിഡന്റ് PM നജീബും ദമാം റീജിയണൽ കമ്മിറ്റി പ്രസിഡന്റ് ബിജു കല്ലുമലയും ചേർന്ന് ലോഗോ പ്രകാശനം ചെയ്തു. ദമാം ജവാസാത്തിന് സമീപമുള്ള ഫ്ലഡ്ലിറ്റ് മൈതാനയിൽ നടന്നുവരുന്ന ബദർ മക്ക FC ഫുട്ബോൾ മേളയുടെ പ്രീ ക്വാർട്ടർ മത്സരങ്ങൾക്ക് നാളെ തുടക്കമാകും. നാളെ നടക്കുന്ന പ്രീ ക്വാർട്ടർ മത്സരത്തിൽ UFC കോബാർ ഖാലിദിയ FCയുമായും രണ്ടാമത്തെ മത്സരത്തിൽ മക്ക FC അഡിഡ ഡെക്കോർ കോബാറുമായും മാറ്റുരയ്ക്കും. വെള്ളിയാഴ്ച നടക്കുന്ന ആദ്യ ക്വാർട്ടർ ഫൈനൽ മത്സരത്തിൽ റെയിൻബോ കോബാർ FC തെക്കേപ്പുറവുമായും രണ്ടാമത്തെ മത്സരത്തിൽ സ്പോർട്ടിംഗ് ഖാലിദിയ 7 സ്റ്റാർ ഖത്തീഫുമായും ഏറ്റുമുട്ടും. 35 വർഷം സൗദി അറേബ്യയിൽ പ്രവാസ ജീവിതം നയിച്ച് നാട്ടിലേക്ക് മടങ്ങുന്ന കണ്ണൂർ തലശ്ശേരി സ്വദേശി നാണുവിന് OICC കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ യാത്രയയപ്പ് നൽകി. കാനു ഗ്രൂപ്പിലെ ജീവനക്കാരനായിരുന്നു നാണു. OICC ദമാം റീജിയണൽ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റും ആയിരുന്നു. ജില്ലാ പ്രസിഡന്റ് വേണുഗോപാൽ തളിപ്പറമ്പലിന്റെ അധ്യക്ഷതയിൽ നടന്ന യാത്രയയപ്പ് സമ്മേളനം റീജിയണൽ കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ബൈജു കുട്ടനാട് ഉദ്ഘാടനം ചെയ്തു. നവയുഗം സാംസ്കാരിക വേദി അൽഹസ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ ക്രിക്കറ്റ് മത്സരങ്ങളിൽ അൽഹസയിലെ പ്രമുഖ ക്രിക്കറ്റ് ക്ലബ്ബുകൾ പങ്കെടുത്തു. വാശിയേറിയ മത്സരങ്ങൾക്കൊടുവിൽ ടീം സ്റ്റാർ ഹാരത്ത് വിജയികളായി. വിജയികൾക്കുള്ള ട്രോഫി നവയുഗം കേന്ദ്ര കമ്മിറ്റി സെക്രട്ടറി KR അജിത്ത് കൈമാറി. UAEയിലെ പ്രമുഖ ധനകാര്യ സ്ഥാപനമായ അൽ അൻസാരി എക്സ്ചേഞ്ച് സംഘടിപ്പിച്ച സമ്മർ പ്രൊമോഷൻ പദ്ധതി